നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് ഇതുപോലൊരു വാർത്ത ഉണ്ടാവും. നിന്റെ പടത്തിന് പകരം എൻ്റെ പടം ഉണ്ടാക്കും. നിന്നെ കൊന്നിട്ട്. ഇതൊന്നും ഇവിടെ നടക്കില്ല. എൻ്റെ മോനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹലോ സാർ. ഓക്കെ സാർ. ഓക്കെ. ശരി. ഓക്കെ. ഏടിയാന്നേനി ഇത്രയും നേരം കാത്തിരുന്ന മനുഷ്യൻ്റെ ഊപ്പാട് ഊരി. സാറിന് അറിയാത്ത എൻ്റെ ടെൻഷൻ. 4 ദിവസമായി ശരിക്കൊന്നും ഉറങ്ങിയിട്ട്. ലീവിന് എപ്പോഴേക്കും അതും കിട്ടിയിട്ടില്ല. ഒരുമാതിരി പണി. വേറെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിച്ചടിപ്പോയാൽ 11 മണിക്ക് മുതലിൻ്റെ അടുത്ത് കോടതിയിൽ എത്തിക്കണം. ഇനി എങ്ങനെ എത്താനാടാ? അതിന് മുതലെവിടെ? എന്താ ഇതെന്നാടാ? എങ്ങനെയുണ്ട് സാറേ, രസല്ലേ? ഇവൻ നല്ല കലാകാരനാട്ടാ. നമ്മള് മോളിയെ പോലില്ലേ? കുറച്ചുകൂടി വരാനുണ്ട്. കൊള്ളാലിവൻ. താങ്ക് യു സാർ. ഓനൊന്ന് വേഗം എടുക്ക്, വാ പോവാലോ. എടാ നിന്നെ അനാട്ടമ ഞാൻ വരച്ചരാം. സാർ പേപ്പറിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതല്ലേ പറയുന്നത് സാറേ. എടുക്കെടുക്ക്, വാ വിടാ. സാർ വണ്ടി? വണ്ടിയൊന്നുമില്ല. വണ്ടിയില്ലേ? വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാത്തുക്കുവാ. ഞാൻ ഒറ്റക്ക് എടുത്തോണ്ട് പോലെ. ആകെ 4 വണ്ടി, 408 കേസും. സാറേ വണ്ടിയില്ല. വണ്ടി ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ. ശേ അതല്ലപ്പാ. പറ എന്നാ. ഒന്നുമില്ല. കാര്യം പറയണോ? വണ്ടി ഉണ്ടെങ്കിലേ പോന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഓനെയും കൂട്ടിയാട്ടെ. 11 മണിക്കാട് എത്തിയില്ല കണ്ടല്ലോ, പണി വീട്ടിലെത്തും. ഇവിടെ ഓക്കെ എന്നാ. സാറേ താഴെ നിന്ന് ഓട്ടോ കിട്ടും. സാറേ അവനെ നല്ലോണം ശ്രദ്ധിക്കണേ. ഇളക്കം കൂടിയ മുറ്റിയനവാ, ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു വണ്ടി സംഘടിപ്പിച്ചു സാറേ. വണ്ടിയല്ലേ നിന്റെ സാറേ, എനിക്ക് വഴിയിൽ നിന്ന് ഒരു ബിരിയാണി വെച്ചരും. നടക്ക്. ഇവന്മാര് നേരവണ്ണൊന്നും കഴിക്കാൻ തരില്ല സാറേ. എനിക്കാ മേടിച്ചാരടാ. എന്താണ് തരൂ സാറേ. സത്യം എനിക്ക് വായിച്ചു. നീ ഒന്ന് വാടാ, നടക്ക്. അത് മതി സാറേ, കൊറേ കാലായി ബിരിയാണി. ഒരു ബിരിയാണിക്കാരൻ. ഒരു ഓട്ടോ വരുന്ന നോക്ക് സാറേ. കൈ കാണിക്കും സാറേ. ഓട്ടോ വരുന്നുണ്ട് സാറേ. കാര്യം കേറ് സാറേ. അത് ശരി, ഇപ്പൊ അങ്ങനെയാ. നീ എന്തിനാ സാറേ? എടാ ഇപ്പറ കേറി. അടങ്ങിയിരിക്കടാ. ചാടിക്കളേണ്ടവരുടെ അല്ലേ മൂഷിക?
ഇവനാ നീ നോക്കുന്നത്? സാർ ഇവനെ മറിഞ്ഞിട്ടൊന്നും കാണില്ല സാറേ. ഈ ഫ്രണ്ട് കാണും. നേരൊക്കെ വണ്ടി ഇടിച്ച് എൻ്റെ പേരെ കിടക്കേണ്ടി വരും. അല്ല സാറേ, സാറേ ഓൻ എന്നെ കണ്ണാടി കൂടെ നോക്കി പഠിപ്പിക്കുന്നില്ലേ? ഇല്ല. അല്ല സാറേ, ഈ ഓട്ടോയിൽ ശരിക്കും കണ്ണാടിൻ്റെ ആവശ്യമുണ്ട്. പിറകിലിരിക്കുന്ന പെമ്പിള്ളേരെ വായി നോക്കാനാണ് സാറേ ഇവന്മാര് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഈ കണ്ണാടി കൂടെ നോക്കിയാൽ റോഡൊന്നും കാണില്ല സാറേ. ഇത് നിർത്തലാക്കണം സാറേ. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. സാറിൻ്റെ കുട്ടികളിപ്പത്തല്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ എൻ്റെ മോളെ കല്യാണത്തിന് വന്നിട്ട് അടിച്ചിട്ട് പോയി. നീ അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? അത് മറന്നാണ്, സ്ഥിരല്ലേ. അല്ല, നമ്മൾ രണ്ടാളും ഒരേ പ്രായമല്ലേ? ഞാൻ വല്ലാണ്ട് വൈപ്പില്ലേ അല്ലേ? അതെന്താ വയ്യേ? സാർ പഠിത്ത കല്യാണം കഴിച്ച് കല്യാണം നേരത്തെ വെച്ചു. പിന്നെന്താ പ്രശ്നം? ഓ ഹോ 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 ഹോ. എന്നിട്ട് എടാ, എൻ്റെ കുട്ടി ഇരിക്കുന്ന സൈന്ന്. കൺഗ്രാറ്റുലേഷൻ. കോട്ട് കൊയ് സാറേ, സാറിൻ്റെ വകയിൽ ബിരിയാണി ഉണ്ടായിരുന്നോ? അതുകൊണ്ട് മാത്രമാണ് ഇനി നടിക്കാണ്ട് വിട്ടു കേട്ടോ. മനസ്സിലാ? ഒന്ന് വേഗം വിടറോ. എന്താകുമെന്ന് അറിയില്ല സാറേ. ആകെ ടെൻഷനില്ല. അതൊന്നും വിഷയാക്കണ്ട, വിട്ടുകളാ. പിള്ളേർ വലുതാകുമ്പം അതിന്റെ ക്രെഡിറ്റ് ഒറ്റക്കടിക്കുന്ന പരിപാടിയല്ലേ പെണ്ണുങ്ങൾക്ക്. 10 മാസത്തെ കണക്കും പറഞ്ഞു വരും. അനുഭവിക്കട്ട്. ഈ സമയത്ത് തന്തമാർ അനുഭവിക്കുന്ന വിഷമത്തിന് വല്ല വിലയുണ്ടാ? പണ്ടാരടക്കെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. എനിക്കൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്താ, എനിക്കൊന്നും ബാധകല്ലേ. കല്യാണം കഴിച്ചാ? പിന്നെ അതൊക്കെ നേരത്തെ കേട്ടായി. ഒരു കുഞ്ഞു മോളുണ്ട്. എന്നിട്ടാ തണ്ടി ഇമാര് പഠിക്കുന്നത്? എടാ, ആളെ കൊല്ലുമെങ്കിലും എനിക്ക് ഇതിന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരില്ലേ? തണ്ടി കൊല്ലണമെന്ന് തോന്നിയ പിന്നെ കൊല്ലണ്ട സാറേ. സാറേ, ഇത് 1 way ഇത്ര വരെ പോവും.